إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم وإياي أولا ونفسي بتقوى الله فقد قال الله تعالى في قرآنه العزيز بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين الله سبحانه وتعالى മുഴുവൻ വിധിവിലക്കുകളും കൽപ്പനാ നിയമങ്ങളും ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ പടച്ചവനെ കണ്ടുമുട്ടുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകാറുള്ള കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ലോകം വലിയ പ്രതീക്ഷയുടെ ആത്മീയപരമായ ഒരു ഉത്സാഹത്തിൻ്റെ മാനസികാവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ നമ്മുടെയൊക്കെ ഖിബിലയായ ഭൂമിയിലെ ആദ്യത്തെ പടച്ചവന്റെ ഭവനമായ പരിശുദ്ധ കഅബയിലേക്ക് പടച്ചവന്റെ വിളിക്കുത്തരം നൽകി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതിയിലധികം ആളുകൾ ഇന്ന് പരിശുദ്ധ ഹറമിൽ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളിലും അയൽവാക്കങ്ങളിലുമൊക്കെയുള്ള പലരും അള്ളാഹുവിൻ്റെ ഈ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് യാത്ര ചെയ്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും ആ വിളികൾ കേൾക്കാൻ വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയുമാണ്. പ്രിയപ്പെട്ടവരെ, ദുൽഹജ്ജ് മാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പകലിൽ സമയവും പള്ളിയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപ്പെട്ട, അതിലേറെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഈ പകലുകളിൽ ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ള സൗഭാഗ്യം ലഭിച്ച ആളുകളൊക്കെ ഏതോ അർത്ഥത്തിൽ പരിശുദ്ധ ഹറമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അവര് ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞു തുടങ്ങി. അവരുടെ നാവുകളിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധ ഹറമിന്റെ പരിസരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ചരിത്രങ്ങളെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനക്കങ്ങളെ അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാജറ ബീവിയുടെ കാൽപാദങ്ങളെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അന്നത്തെ കരച്ചിലിന്റെ ശബ്ദം അവര് അവിടുത്തെ അന്തരീക്ഷങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ആത്മീയപരമായ ഒരു അനുഭൂതിയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ പരിശുദ്ധ ഹറമിൽ സമയം ചെലവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന ദുനിയാവിലെ നേട്ടത്തെക്കുറിച്ചും ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ആഗ്രഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഒരു തവണയെങ്കിലും പരിശുദ്ധ ഹറമിൽ ഒന്ന് പോകണം. ഒരു തവണയെങ്കിലും അള്ളാഹു ഫർളാക്കിയ, കഴിവുള്ളവർക്ക് ഫർളാക്കിയ ഹജ്ജ് എനിക്ക് സാധിക്കണം, എൻ്റെ കുടുംബത്തിന് സാധിക്കണം, എൻ്റെ ബാപ്പയും ഉമ്മയുമായി ഒരു തവണയെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യണം എന്നാഗ്രഹിക്കാത്ത വിശ്വാസികൾ ആരുമില്ല. അവരെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പടച്ചവന്റെ അതിഥികളായി വരുന്ന ആളുകളാണ്, പടച്ചവന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വരുന്ന ആളുകളാണ്. അള്ളാഹു വിളിക്കുന്നതിനനുസരിച്ചു കൊണ്ട് ആളുകൾക്ക് വരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ട ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള 10-14 ദിവസങ്ങൾ വളരെ ആത്മീയപരമായ ഒരു ഉന്മേഷം നൽകുന്ന ദിവസങ്ങളായിരിക്കും. കാരണം അവരവിടെ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിച്ച ഭൂമിയിലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും പണിത കഅബയുടെ പരിസരത്താണ്. മഖാമ ഇബ്രാഹിമിൽ നിസ്കരിക്കാനുള്ള അവസരം അവർക്കുണ്ട്. സംസം വെള്ളം സമയം ആവശ്യത്തോറും കുടിക്കാനുള്ള അവസരം അവർക്കുണ്ട്. സൊഫയിലേക്കും മറവയിലേക്കും സഞ്ചരിക്കുവാനും അവിടെ നിന്ന് 7 തവണ ഓടി നടക്കുവാനുമുള്ള അവസരം അവർക്ക് ജീവിതത്തിൽ ഒരു തവണ ലഭിച്ചപ്പോൾ അവരുടെ ഈമാനിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ശരീഅത്തിലെ ഏതൊരു ഇബാദത്തുകൾ എടുത്താലും അതിന് ബാഹ്യമായ ഒരു പ്രതീകാത്മകമായ ഒരു രൂപവുമുണ്ട്, ആന്തരികമായ ഒരു സ്പിരിച്വൽ രൂപമുണ്ട്. ഈ 2 രൂപത്തെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. നിസ്കാരത്തിന്റെ പ്രതീകാത്മകമായ രൂപമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജുമുഅയുടെ ബാഹ്യമായ രൂപമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിസ്കാരത്തിന്റെ പ്രതീകാത്മകമായ രൂപം? നമ്മൾ കൈ ഉയർത്തുന്നു, കൈ കെട്ടുന്നു, റുക്വയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. അതിന്റെ ഇടയിൽ എന്തൊക്കെയോ നമ്മൾ അർത്ഥം അറിഞ്ഞോ അറിയാതെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പിരിയുന്നു. അടുത്ത വക്തിന് വീണ്ടും വരുന്നു. ഇത് നിസ്കാരത്തിന്റെ ഒരു ബാഹ്യമായ രൂപമാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ഫിഖ്ഹ് നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിലും സ്വഭാവത്തിലും നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിസ്കാരത്തിന്റെ സ്പിരിച്വലിനെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വുദൂ ചെയ്തു വന്ന് അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് വരെയുള്ള 10 മിനിറ്റ് നേരം അവനുണ്ടാക്കുന്ന സ്പിരിച്വാലിറ്റി അത്ര വലുതാകണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മനസ്സിൽ നിന്നും മ്ലേച്ഛതയോട് അറുപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരു ഈമാൻ നിസ്കരിക്കുന്ന ആൾക്ക് കിട്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സുബ്ഹി നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുഹർ വരെയുള്ള സമയങ്ങളിൽ ഹറാമുകളിൽ പ്രവേശിക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. കാരണം ഹറാമിനെ കാണുമ്പോൾ അതിൽ നിന്നും പിന്തിരിക്കാനുള്ള ഒരു മാഗ്നറ്റ് ആണ് നമസ്കാരമായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അടുക്കുന്നതിനോടനുസരിച്ച് അതിനെ വലിക്കാൻ ഉള്ള ഒരു പവറിനെ കുറിച്ചിട്ടാണ് ഈമാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി മുതൽ ളുഹർ വരെയും, ളുഹർ മുതൽ അസർ വരെയും, അസറിൽ നിന്ന് മഗ്രിബും, മഗ്രിബിൽ നിന്ന് ഇശായും, ഇശായിൽ നിന്ന് സുബ്ഹിയും, ഈ സമയങ്ങളിൽ എല്ലാ തരത്തിലുള്ള ഹറാമുകളോടും നിനക്ക് വെറുപ്പുണ്ടാകാൻ നിസ്കാരം നിന്നെ സഹായിക്കും എന്ന് ഖുർആൻ പറയുമ്പോൾ ആ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത കാണിക്കണം എന്ന് ഖുർആൻ പറയുമ്പം എന്താണ് നിസ്കാരം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? എന്റെ ബാഹ്യമായ രൂപങ്ങൾ കൃത്യമാകുന്നത് പോലെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഈമാനിക അവസ്ഥ
ഞാൻ എന്റെ പടച്ചവന്റെ മുന്നിലാണ് ഉള്ളതെന്നും പടച്ചവൻ ഞാൻ കാണുന്നില്ലെങ്കിലും എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ പടച്ചവന്റെ മുന്നിൽ എന്റെ എല്ലാ ഭാരവുമായിട്ട് ഞാൻ ഇങ്ങനെ തല കുനിക്കുകയാണ്. ഭൂമിയിൽ ഒരാളെ മുന്നിലും കുനിക്കാത്ത തല എന്റെ പടച്ചവന്റെ മുന്നിൽ മാത്രമേ ഞാൻ കുനിക്കുകയുള്ളൂ എന്ന സുജൂദിന്റെ വലിയൊരു സന്ദേശവുമായിട്ടാണ് ഇഅ്തിദാലിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിസ്കാരത്തിന്റെ പല പല മനസ്സിനും ഉണ്ടാകുന്ന പല മാറ്റങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചരിത്രത്തിലും ഹദീസുകളൊക്കെ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചു വരുന്ന സമയം വരെയുള്ള 14 ദിവസങ്ങളിൽ ഒന്ന് അയാളുടെ അന്തരീക്ഷം മാറുകയാണ്. നാട്ടിലെ കച്ചവടം, കുടുംബം, കല്യാണം, മരണച്ചടങ്ങുകൾ, ഇങ്ങനെ ജീവിതത്തിന്റെ പല ഓട്ടങ്ങൾക്കിടയിലും അവനെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന വലിയൊരു ഓർമ്മ, നീ വലിയൊരു യാത്രക്ക് വേണ്ടി പോകാൻ. എന്താണ് ആ യാത്ര? അതൊരു പക്ഷെ അവസാനത്തെ യാത്രയായിരിക്കും. മനുഷ്യന് എന്ന് പറയുന്നത് ഹാജിമാരോട് മാത്രമല്ല, അവരെ യാത്ര അയക്കുന്ന നമ്മളോടും കൂടി, നമുക്കും കൂടി ഇത് ബാധകാണ്. എന്റെ വീട്ടിൽ എന്റെ ബാപ്പ ഹജ്ജിന് പോകാൻ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ, എന്റെ ഉമ്മ ഹജ്ജിന് പോകാൻ. ഹജ്ജിന് പോകുന്ന ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവര് ഹാജിയാവാൻ പോവുകയാണ്. അവരെ യാത്ര അയക്കുന്ന നമ്മള് ജീവിതത്തിലെ ആ 10 ദുൽഹജ്ജിന്റെ 10 ദിവസം എങ്ങനെയാണോ ഹറമിന്റെ പരിസര പ്രദേശങ്ങളിൽ ഹാജിമാർ അവരുടെ ജീവിതത്തിന്റെ സ്പിരിച്വാലിറ്റിയെ കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, മക്കയല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അതുപോലെ ഹാജിയായി ജീവിക്കേണ്ട ഒരു സമയമാണ്. അത്ര പ്രധാനപ്പെട്ട പകലുകളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ ഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക ഇതിന്റെ ഗൗരവം അത്രമാത്രം വലുതാണ്. എല്ലാ വർഷവും ദുൽഹജ്ജ് മാസം വരുന്നുണ്ട്, ഇതുപോലെ 10 ദിവസം കഴിയുന്നുണ്ട്, ഹജ്ജിന് പോകുന്നവരൊക്കെ ഹജ്ജിന് പോകുന്നുണ്ട്, ഇവിടെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. എന്നതിലപ്പുറം ഇത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് ഖുർആനിന്റെ അക്ഷരങ്ങൾക്കിടയിൽ നമ്മൾ വായിച്ചാലാണ് പ്രിയപ്പെട്ടവര് ഇതിന്റെ ഗൗരവം മനസ്സിലാകുക. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സമയത്ത് പടച്ചവൻ, നമ്മളെ ഗവൺമെന്റ് അല്ല, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കോർപ്പറേഷനുകളല്ല, ഏതെങ്കിലും സംഘടനകളല്ല, നമുക്ക് മേൽ അധികാരമുള്ള ആരുമല്ല, മറിച്ച് അതിന്റെയൊക്കെ മാലിക്കുൽ മുൽക്കായ പടച്ചവൻ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന അതേ ദിവസം അള്ളാഹു സൃഷ്ടിച്ചതാണ് 12 മാസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 12 മാസം ഉണ്ടാകണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ 12 മാസത്തിൽ മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. 4 മാസം പവിത്രമാണ്. ആ മാസങ്ങളിൽ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ ആരും അക്രമം കാണിക്കാൻ പാടില്ല. അപ്പൊ 4 മാസങ്ങളിൽ അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഖുർആനിന്റെ സ്റ്റേറ്റ്മെന്റിന് പരിശുദ്ധ ഖുർആനിന്റെ ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, തഫ്സീറുകൾ പല അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞാൽ ആ 4 മാസം മാത്രമല്ല 12 മാസവും നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പൊ 12 മാസവും അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാൻ പാടില്ല. എന്താണ് ഈ അക്രമം? ദുൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? ബിർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ദുൽമു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഹറാമുകൾ മാത്രമല്ല, നന്മയോട് കാണിക്കുന്ന നൈരാശ്യം പോലും, നന്മയോട് കാണിക്കുന്ന ഒരു തരം അലസത പോലും ദുൽമാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ സ്വർഗമാണല്ലോ ജീവിതത്തിന്റെ എല്ലാവരുടെയും ലക്ഷ്യം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുന്നവരായിക്കോട്ടെ, ചെയ്യാത്തവരായിക്കോട്ടെ, ഉംറ ചെയ്യുന്നവരായിക്കോട്ടെ, നിസ്കരിക്കുന്നവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മൾ ജുമാക്ക് വന്നത് എന്തിനാണ്? ഖുത്ബകൾ കേൾക്കുന്നത് എന്തിനാണ്? ഖുത്ബകൾ നിർവഹിക്കുന്നത് എന്തിനാണ്? പള്ളികൾ പണിയുന്നത് എന്തിനാണ്? ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇസ്ലാമികപരമായ കുടുംബ സംവിധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? എല്ലാത്തിന്റെയും ലക്ഷ്യം സ്വർഗമാണ്. അപ്പൊ ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവിതത്തിൽ ഒരു വിശ്വാസി സമർപ്പിക്കുന്ന ഏറ്റവും വലിയ സമർപ്പണമായിട്ട് ഇസ്ലാം പറയുന്നത് അവന്റെ ജീവനും രക്തവുമാണ്, ഷഹാദത്താണ്. ആ ഷഹാദത്തായി കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ശുഹദാക്കൾക്കിടയിൽ പോലും 100 കണക്കിന് കാറ്റഗറി സ്വർഗത്തിലുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റഗറി ഉണ്ട്, വലിയ കാറ്റഗറി ഉണ്ട്. ഏറ്റവും ഉയർന്ന ദർജയും ശുഹദാക്കൾക്കിടയിൽ പോലും ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഒരു നന്മയിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് നിങ്ങൾ ശരിക്ക് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ദുൽമു കാണിക്കാൻ, വലിയൊരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ, വലിയൊരു ആശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ, സ്വർഗത്തിലുണ്ടാകുന്ന വലിയ വലിയ പ്രതിഫലങ്ങള് നിങ്ങളുടെ ചെറിയ അലസത കൊണ്ട് നിങ്ങൾ മാറ്റി നിർത്താണ് എന്നാണ് ഇസ്ലാമിന്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട്.
എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പല തളീമു ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയങ്ങളിൽ 12 മാസവും നിങ്ങളുടെ ജീവിതത്തിൽ ദുൽമ സംഭവിക്കുന്നില്ല. നന്മയോട് നിങ്ങൾ സഹകരിക്കുന്നതിൽ അലസത പാടില്ല എന്ന് പറയണമെങ്കിൽ ഹറാമ് ചെയ്യരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അത്രമാത്രം സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികപരമായ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടാമത്തെ ഒരു അർത്ഥം ഫലാ തളീമു ഫീഹിന്ന അൻഫുസക്കും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ 4 മാസങ്ങളിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഗൗരവം കൂടുതൽ ഉണ്ടാവണം. റമദാനിലുള്ളതുപോലെ തന്നെ ദുൽഹജ്ജിന്റെ പകലുകളിലും നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് ഖുർആൻ തന്നെ പറയാൻ ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവിന് ദുൽഹജ്ജിന്റെ സമയങ്ങളിൽ ഒരു അള്ളാന്റെ അടിമ ചെയ്യുന്ന അമലുകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അള്ളാഹു സന്തോഷിക്കുന്ന, ഇതുപോലെ അള്ളാഹു സന്തോഷിക്കുന്ന വേറൊരു മൊമെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇത് കേട്ടപ്പോ തന്നെ ആളുകൾ സഹാബാക്കൾ സംശയം ചോദിക്കാൻ തുടങ്ങി. റസൂല് റമദാന്റെ സമയത്ത് റസൂല് പറഞ്ഞത് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ എന്നല്ലേ? എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ റമദാനിന്റെ അവസാനത്തെ 10ന്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്നല്ലേ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ അന്നത്തേക്കാൾ അള്ളാഹു നമ്മൾ ഇന്ന് ചെയ്യുന്ന ദുൽഹജ്ജിന്റെ സമയങ്ങളിൽ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സന്തോഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബാക്കളൊക്കെ പറയുന്നത് റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത അത് രാത്രിയാണ്, അതേസമയം ദുൽഹജ്ജിന്റെ പ്രത്യേകത അത് പകലാണ്. എന്ന് പറഞ്ഞാൽ റമദാനിന്റെ രാത്രിയിൽ നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മരാണോ, റമദാനിന്റെ അവസാനത്തെ 10ൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എത്തിക്കാഫ് ഇരിക്കുന്നത്, റമദാനിന്റെ അവസാനത്തെ 10കളിൽ എത്ര പ്രതീക്ഷയിലാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്, റമദാനിന്റെ അവസാനത്തെ 10കളിൽ എത്ര ത്യാഗം ചെയ്തിട്ടാണ് നിങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ ഇരിക്കുന്നത്, എത്തിക്കാഫിൽ ഇരിക്കുന്നത്, ബഹുമാനപ്പെട്ട ഇമാമിന്റെ സുന്ദരമായ ഖിറാഅത്ത് കേട്ടിട്ടും ഖുനൂത്ത് കേട്ടിട്ടും നിങ്ങൾ പിറകിൽ നിന്നിട്ട് പൊട്ടിക്കറിയുന്നതിനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒരു ആത്മീയപരമായ ഒരു അനുഭൂതി, അത് രാത്രിയിലാണെങ്കിൽ അതേപോലെ ഉണ്ടാകേണ്ട പകലായിരിക്കണം ദുൽഹജ്ജിന്റെ പകല് എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, റസൂലെ യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ജിഹാദോ? നമ്മൾ ഈ ചെയ്യുന്ന സാധാരണ മോമിനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാ? ഖുർആൻ ഓതും, ദിക്റുകൾ ചൊല്ലും, പള്ളിയിൽ വന്നിരിക്കും, രോഗിയെ സന്ദർശിക്കും, സമൂഹത്തിന് പകട്ടുന്ന സേവനങ്ങൾ ചെയ്യും, രോഗികളായ ആർക്കെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കും, മരണപ്പെട്ട ആളുകളുടെ മരണാനന്തര ചടങ്ങുകൾക്ക് സജീവമായിട്ട് നിൽക്കും. ഇങ്ങനെ പള്ളിന്റെ അകത്തും പള്ളിന്റെ പുറത്തും കുടുംബത്തിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളിലും നമ്മൾ സജീവമാകും. അതാണ് സാധാരണഗതിയിൽ ചെയ്യാൻ. സഹാബാക്കൾ ചോദിക്കേണ്ട, റസൂലെ ഏറ്റവും വലുത് ജിഹാദ് ആണല്ലോ, ആ ജിഹാദ് ചെയ്ത ഒരാള് ദുൽഹജ്ജിന്റെ പകലിൽ ഉണ്ടെങ്കിൽ അയാളെ കാര്യത്തിലല്ലേ കൂടുതൽ സന്തോഷിക്കുക എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അതെ, ജിഹാദിന്റെ കാര്യത്തിൽ അയാൾ ഷഹീദായാൽ മാത്രം, അതല്ലെങ്കിൽ ജിഹാദിനേക്കാൾ അഫ്ളലാണ് ദുൽഹജ്ജിന്റെ പകലുകളിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തി കൊടുക്കാൻ. ഷഹീദായാൽ ഷഹീദ് അതിന്റെ പുണ്യമുണ്ട്, അതല്ല ഒരാൾ ജിഹാദിന് മാത്രം പോവുകയാണെങ്കിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അള്ളാഹിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം ദുൽഹജ്ജിന്റെ പകലുകളിൽ വിശ്വാസികൾ ചെയ്യുന്ന അമലുകൾ കണ്ടിട്ടാണ്. അമലുകൾ ഏതുമാകാം. ദുൽഹജ്ജിന്റെ പകലിൽ ഹാജിമാര് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, സഈ ചെയ്യാൻ, അറഫയിൽ പോയിട്ട് നിൽക്കാൻ, മിനായിൽ അന്നത്തെ രാത്രി പോയിട്ട് രാപ്പാർക്കാൻ, കല്ലെറിയാൻ, ഇങ്ങനെ ഒരുപാട് പ്രതീകാത്മകമായ ചടങ്ങുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശ്വാസികൾ പരിശുദ്ധ ഹറമിന്റെ പരിസരത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വലിയ ഗുണം, ആ വലിയൊരു സൗഭാഗ്യം കാത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ ചെയ്യാ? ഹാജിയെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പുണ്യവും അള്ളാഹ്ക്ക്. ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ദുൽഹജ്ജ് പറക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഇതുപോലെ പള്ളിയിൽ വന്നിരുന്നിട്ടുണ്ട്, ജുമാ ഖുത്ബകൾ കേട്ടിട്ടുണ്ട്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിട്ടുണ്ട്, സുബ്ഹി നിസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ദുൽഹജ്ജിന്റെ പകലാകുമ്പോൾ എന്നാണ് ഇതിന്റെ ചുരുക്കം. ദുൽഹജ്ജിന്റെ പകലിൽ നിങ്ങൾ ചെയ്യുന്ന നിസ്കാരത്തിന് വലിയ പ്രതിഫലമാണ്. ഏതുപോലെ ലൈലത്തുൽ ഖദറിന്റെ സമയത്തും 1000 മാസത്തേക്കാൾ പ്രതിഫലം കൂടുതലാണ് എന്ന് പറഞ്ഞതുപോലെ ദുൽഹജ്ജിന്റെ പകലിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഭയങ്കര